ലഹരി മാഫിയയുടെ ഡ്രോപ്പിംഗ് തന്ത്രം വീണ്ടും തകർത്തിരിക്കുകയാണ് എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ്. ആവശ്യക്കാരന് വേണ്ടി കഞ്ചാവ് ഒഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിക്കാനെത്തിയ ഇതര സംസ്ഥാനക്കാരനെ കയ്യോടെ പിടികൂടി. ബംഗാൾ സ്വദേശി ഷാരൂഖ് ഖാനാണ് പിടിയിലായത്. ഈ അടുത്ത കാലം വരെ ലഹരി വിതരണത്തിലെ ലഹരി ഇടപാടുകളിലെ ഒരു പ്രധാനപ്പെട്ട രീതി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഈ വിൽക്കുന്നയാൾ വാങ്ങുന്നയാൾക്ക് ആവശ്യക്കാരന് നേരിട്ട് ലഹരി എത്തിച്ചു നൽകും. അത് ചിലപ്പോൾ ഇടനിലക്കാരൻ മുഖേന ഏജന്റുമാരെയൊക്കെ വെച്ചുകൊണ്ടായിരിക്കും. എന്നാലും നേരിട്ടുള്ള ലഹരി കൈമാറ്റമാണ് ഈ ലഹരി മാഫിയ പ്രധാനമായും നടത്തി വന്നിരുന്നത്. എന്നാൽ ഈ ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി, അതോടൊപ്പം തന്നെ പട്രോളിങ്ങും റെയ്ഡും ഒക്കെ അതിശക്തമായി തന്നെ നടക്കുന്നു. ഈ ഘട്ടത്തിൽ ലഹരി മാഫിയ മറ്റൊരു രീതിയിലേക്ക് ഈ ഇടപാടുകളുടെ ഒരു ഫോർമാറ്റ് മാറ്റിയിട്ടുണ്ട് എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. അതായത് ഡ്രോപ്പിംഗ് തന്ത്രം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡ്രോപ്പിംഗ് തന്ത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ, ലഹരി വിൽക്കുന്നയാൾ മുൻകൂട്ടി പണം വാങ്ങും. അത് അക്കൗണ്ടിലാണ് വാങ്ങുക. അങ്ങനെ പണം വാങ്ങിയ ശേഷം ഇത് കൊടുക്കാനുള്ളയാൾക്ക് ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് ഉപേക്ഷിച്ച് ഇടും. ഇതാണ് ചെയ്യുന്ന രീതി. അങ്ങനെ അത് ചിലപ്പോൾ ഏജന്റുമാരെ വെച്ചുകൊണ്ടായിരിക്കും. എന്തായാലും അവർ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഏതെങ്കിലും കൃത്യമായ അടയാളം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഈ കാര്യങ്ങൾ വയ്ക്കും. അതിനുശേഷം അതിന്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് ഈ ആവശ്യക്കാരന് അയച്ചു കൊടുക്കും. ആവശ്യക്കാരൻ അവിടെ എത്തി ലഹരി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. പ്രത്യേകിച്ചും ടൗൺ ഏരിയയാണ്. അങ്ങനെ ആരെങ്കിലും അവിടെ കൊണ്ടുപോയി ഉപേക്ഷിച്ചിടുമ്പോൾ അതങ്ങനെ പെട്ടെന്ന് ശ്രദ്ധയിൽ ആരുടെ അങ്ങനെ പെടാറില്ല. എല്ലാവരും തിരക്ക് ഉള്ള ജീവിതത്തിൽ അങ്ങനെ പോകുമ്പോൾ ഇത് അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. കൃത്യമായി അടയാളം പറഞ്ഞു കൊടുത്ത് ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നു. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡ്രോപ്പിംഗ് തന്ത്രം പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം എക്സൈസ് വളരെ നിർണായകമായി തന്നെ നടത്തി വരികയാണ്. അങ്ങനെ ആ രീതിയിലുള്ള നടപടികൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മറ്റൊരു അറസ്റ്റ് കൂടി ഇതേ രീതിയിലുള്ള തന്ത്രം പ്രയോഗിച്ച ലഹരി മാഫിയയ്ക്ക് എതിരെ എക്സൈസ് നടത്തിയിരിക്കുന്നത്. അതായത് ചളിക്കവട്ടം പ്രദേശത്ത് ഇത്തരത്തിലൊരു ഡ്രോപ്പിംഗ് ഉണ്ടാകാൻ സാധ്യതയൊന്ന് ഉണ്ട് എന്ന് കണ്ട് എക്സൈസ് അവിടെ നിലയുറപ്പിച്ചു. അപ്പോൾ ഒരാൾ ലഹരി അവിടെ ഉപേക്ഷിക്കാൻ വേണ്ടി, ഇത്തരത്തിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി എത്തി. ബംഗാൾ സ്വദേശിയായിട്ടുള്ള ഷാരൂഖ് ഖാനാണ് അവിടേക്ക് വന്നത്. അവിടെ എത്തി ഇയാൾ ഒരു സ്ഥലത്ത് ഒരു ഒഴിഞ്ഞ പറമ്പിൽ ലഹരി വച്ചു. അതിനുശേഷം അവിടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ നമ്പർ ഒരു വീടിനുണ്ടായിരുന്നു. ആ നമ്പറിന്റെ അടയാളത്തിന്റെ അടുത്താണ് ഈ കാര്യങ്ങൾ ഇയാൾ ചെയ്തത്. അതിനുശേഷം ലഹരി ഉപേക്ഷിച്ച് മടങ്ങുന്ന ഘട്ടത്തിൽ ഉടൻ തന്നെ എക്സൈസ് സംഘം ഇയാളെ വലയിലാക്കുകയാണ് ചെയ്തത്. ഇയാളിൽ നിന്ന് 1.058 കിലോഗ്രാം ലഹരി പിടികൂടുകയും ചെയ്തു. അപ്പോൾ ലഭ്യമാവുന്ന വിവരം എന്ന് പറയുന്നത്, ഇതിന് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബംഗാളിൽ നിന്നുകൊണ്ടാണ്. ബംഗാളിൽ നിന്ന ആളാണ് യഥാർത്ഥത്തിൽ വിൽപ്പനക്കാരൻ. അയാൾ അക്കൗണ്ടിൽ മുൻകൂട്ടി പണം വാങ്ങി അതിനുശേഷം ഇയാളെ ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ആവശ്യക്കാരന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവും. ആവശ്യക്കാരനെ അടക്കം പിടികൂടും. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ എക്സൈസ് സംഘം പോകും. എന്തായാലും ഇത്തരം ഒരു രീതി വ്യാപകമായി പ്രത്യേകിച്ചും നഗര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നടക്കുന്നുണ്ട് എന്നതാണ് എക്സൈസ് പറയുന്നത്. അത് പിടികൂടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കവും എക്സൈസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നാൾക്ക് മുൻപാണ് ഈ വാട്ടർ ഡ്രോപ്പിംഗ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായത്. അതായത് വെള്ളത്തിൽ പ്ലാസ്റ്റിക് കവറിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് ലഹരി ഉപേക്ഷിക്കുക. അത് ചെയ്തിരുന്നത് ഒരു സൈക്കോ സാബു എന്ന് പറയുന്ന ഒരു ആളാണ്. ഇയാളെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ഇയാളുടെ പക്കൽ നിന്ന് 22 കിലോഗ്രാം കഞ്ചാവ് ഇത്തരത്തിൽ എക്സൈസ് സംഘം പിടികൂടുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ശെൽവരാജ് എന്ന് പറയുന്ന മറ്റൊരാളുണ്ടായിരുന്നു. അയാൾ പ്രധാനമായും ചെയ്തിരുന്നത് ഈ ആളൊഴിഞ്ഞ ട്രാക്കിൽ, ആ ആളുകൾ കൂടാത്ത സ്ഥലത്ത് അവിടെയായിരുന്നു ഇയാളുടെ പ്രധാനമായിട്ടുള്ള ഡ്രോപ്പിംഗ് പോയിന്റ്. അങ്ങനെ ഡ്രോപ്പ് ചെയ്ത ശേഷം അവിടെ ആവശ്യക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകും. അയാളെയും പിടികൂടി. അയാളുടെ പക്കൽ നിന്ന് ഏകദേശം 18 കിലോഗ്രാം കഞ്ചാവും എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. അപ്പോൾ ഇത്തരം ഒരു രീതി കൂടി പൊളിക്കാനുള്ള നീക്കമാണ് എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ടൗൺ ഏരിയയിൽ ഒരുപാട് ഡ്രോപ്പിംഗ് പോയിന്റ് ഇത്തരത്തിൽ ലഹരി മാഫിയയ്ക്ക് ഉണ്ട് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. പ്രത്യേകിച്ചും ഈ മെട്രോ പില്ലർ നമ്പർ, ആ പില്ലർ നമ്പർ അടയാളം ഇന്ന പില്ലർ നമ്പറിന്റെ അവിടെ കൊണ്ടുപോയി സാധനം വയ്ക്കുക, ലഹരി വയ്ക്കുക. അതിനുശേഷം ആവശ്യക്കാരന് ഫോട്ടോയും വീഡിയോയും എടുത്ത് അയച്ചു കൊടുക്കുക. അവിടെ എത്തി ആവശ്യക്കാരൻ കളക്ട് ചെയ്തുകൊണ്ട് പോവുക. അങ്ങനെ രീതിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഷോപ്പിംഗ് മാളുകളുടെ പാർക്കിംഗ് ഏരിയയിലെ നമ്പർ, ആ നമ്പർ കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവിടെ ഒരു ലഹരി ഉപേക്ഷിക്കുക. അത് അധിക നേരം അവിടെ ഉപേക്ഷിച്ച് കിടക്കില്ല. അവിടെ ഉപേക്ഷിച്ച ശേഷം പെട്ടെന്ന് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കും. ഈ ആവശ്യക്കാരൻ അവിടെ വന്ന് കളക്ട് ചെയ്യും. അങ്ങനെ ഇവരുടെ ഒരു മീറ്റിംഗ് പോയിന്റ് ഒഴിവാക്കി ഈ കാര്യങ്ങൾ ചെയ്യുന്നു ലഹരി മാഫിയ എന്നതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ ഇത്തരം രീതി കൂടി പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസ് പിടികൂടിയത് എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ്. എന്തായാലും നിർണായക നടപടികളുമായി ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള ലഹരി വേട്ടയുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് എക്സൈസ് സംഘം വ്യക്തമാക്കുന്ന കാര്യം. എസ് രാഗിൻ, മാതൃഭൂമി.